ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിൽ വരാതിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും ജാനകിയും ജലജയും എല്ലാം ഹാളിലിരിക്കുകയാണ്. ആ സമയം ദേവയാനിയും നവ്യയും കൂടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനിയെ എടുത്ത് ഒരക്ഷരം പോലും മുത്തശ്ശി സംസാരിക്കുന്നില്ല. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അമ്മ എന്നോട് എന്താ സംസാരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ജാനകിയാണ് മറുപടി പറയുന്നത്. നയന മോളെ വീട്ടിൽ നിന്നും പുറത്താക്കിയപ്പോൾ അച്ഛനും അമ്മയും നിന്നോട് വന്ന് പറഞ്ഞായിരുന്നു നയനയെ അകത്തോട്ട് വിളിക്കാനായിട്ട്, ആദർശനോട് പറയാനായിട്ട്. പക്ഷെ നീ അത് കേൾക്കാതെ ഇരുന്നതുകൊണ്ട് അമ്മയ്ക്ക് അത് വളരെയധികം വിഷമമായി, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ടോ, അത് കാരണമാണല്ലേ അമ്മ എന്നോട് സംസാരിക്കാതിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവൾ വീട്ടിൽ പോയതിന് ധിക്കരിച്ച് പോയതിനാണ് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷം അവൾ ഇന്ന് ഒരു കൂസലും ഇല്ലാതെ അച്ഛനോട് സമ്മതം ചോദിച്ചിട്ട് അവൾ വീണ്ടും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വാക്കിന് ഒരു വിലയില്ലാതെ പോയത് കൊണ്ടല്ലേ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ജലജ പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ ഇനി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടറിയാം. ഒന്നും അറിയാത്ത എൻ്റെ മോൻ്റെ തലയിലല്ലേ ഇവളെ കെട്ടിവെച്ചതെന്ന് പറയുകയാണ്. അപ്പം അതിന് മറുപടിയായിട്ട് ദേവയാനി പറയുന്നത്, ഒന്നും അറിയാത്ത നിൻ്റെ മകനോ നിൻ്റെ മോനാണ് ഇതിനെല്ലാത്തിനും പ്രശ്നം. എന്തായാലും നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത് ചുമ്മാതൊന്നല്ലല്ലോ, നിൻ്റെ മോനൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ജലജയുടെ അടുത്ത്. അവനുണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണ് എനിക്ക് മരുമകളായിട്ട് നയനയും വന്ന് തലയിൽ കയറ്റേണ്ട വന്നതെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ ഈ കാരണം കൊണ്ട് മിണ്ടാതിരിക്കരുത് എൻ്റെ അടുത്ത്. അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഇത്ര കൊല്ലമായിട്ടും അമ്മയോട് ഞാൻ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവള് എൻ്റെ വാക്ക് ധിക്കരിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് ദേവയാനി പറയുകയാണ് എല്ലാവരോടുമായിട്ട്, എല്ലാവരും കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. നയൻ ഇനി അവളെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരാൾ പോലും അവളോട് സംസാരിക്കരുതെന്ന് പറയുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പം, നിനക്ക് അവളോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ഇവിടെയുള്ള ഒരാൾ ഇനി അവളോട് മിണ്ടിപ്പോവരുത് എന്നാണ് അവൾ താക്കീത് കൊടുത്തിരിക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, ഞാനായിട്ട് പിന്നെ എന്തിനാ മിണ്ടണം, ഞാനും മിണ്ടാതിരിക്കാമെന്ന് ജലജയും പറയുന്നുണ്ട്. അപ്പം അത് കേട്ടിട്ട് ദേഷ്യത്തിൽ മുത്തശ്ശി അവിടെ നിന്ന് മെഴുകിയിട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നയന തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കത്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു 2 ബൈക്കിൽ 2-3 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഇവളെ കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് നേരെ അവളെ ശല്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ നയൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് അവർ വന്ന് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാലും സുന്ദരിയാണല്ലോ നിന്നെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ആരുമില്ലേ കൊണ്ടുപോകാനായിട്ട്? എന്നൊരു കാര്യം ഞങ്ങളുടെ കൂടെ വായോ, ഞങ്ങൾ സീറ്റുണ്ട് ഇവിടെ, ഞങ്ങൾ രണ്ട് പേരുണ്ട്, പിന്നെ ഒരു ബൈക്കിൽ ഒരാളാണുള്ളത്, നീ അതിൽ കയറിക്കോളൂ, നിനക്ക് സൗകര്യമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നിടത്ത് നിന്നെ കൊണ്ടുപോവുക എന്നല്ല പറഞ്ഞിട്ട് അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നയന ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ മോളെ നീ മിണ്ടാത്തത്, നിൻ്റെ വീട് എവിടെയാണ്, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സുന്ദരിയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയന മനസ്സിലാലോചിക്കുന്നുണ്ട്, എന്തായാലും ഇവർക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇനി ഒരു പെണ്ണുങ്ങളെ ശല്യം ചെയ്യാത്ത രീതിയിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് നയന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആദർശിൻ്റെ വണ്ടി വരുന്നത്. അപ്പോൾ ആദർശിൻ്റെ വണ്ടി അവിടെ കൊണ്ടു നിർത്തുന്നത് കണ്ടിട്ട് ഇവളെ ആരെങ്കിലും ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ശല്യം ചെയ്യാൻ വന്നിരുന്ന ആ പയ്യന്മാർ വേഗം തന്നെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് ബൈക്കിൽ കയറാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നയനേനെ ആദർശം നോക്കുകയാണ്. ആ സമയം നയന മനസ്സിലാലോചിക്കുകയാണ്, എന്നോട് പുറമേ ഭാര്യയായിട്ടാണ് എല്ലാവരും മുമ്പിലും കാണുന്നതെന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്ന് നയന ആദർശിനെ പറ്റി ആലോചിക്കുകയാണ്. ആ സമയം ആദർശം മനസ്സിലാലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾക്ക് ഒന്നും മിണ്ടാതെ കാറിൽ വന്ന് കയറിക്കൂടെ, ഞാനിവിടെ കാറ് നിർത്തിയിട്ടില്ലേ എന്നാണ് ആദർശം ആലോചിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നോക്കിയപ്പോഴും ആ ഒരു പൂവാലന്മാർ ആദർശി വരാത്തത് കണ്ടിട്ട് ഇവളുടെ ആരുമല്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ വിചാരിച്ചാലൊന്നും കിട്ടില്ല, ഇപ്പം ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത്, നീ പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശിനെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് വീണ്ടും നയനനെ ശല്യം ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആദർശിനോട് അവിടെ നിന്നും പോവാനായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഒന്നും മിണ്ടാതെ വേഗം തന്നെ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ ആദർശ് പോകുന്നത് കണ്ടിട്ട് നയനയ്ക്ക്
ജാനകിക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട്. പക്ഷേ ആദർശ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കുറച്ച് മുമ്പിലോട്ട് എടുത്തിട്ട് സൈഡ് ഒതുക്കി വെക്കുകയാണ്. എന്നിട്ട് നേരെ കാറിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചോദിക്കുന്നുണ്ട്, നീ ആരാടാ ഇങ്ങോട്ട് വരാനായിട്ട്, നീ ഇവളുടെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. കാമുകനാണോ, ഭർത്താവാണോ, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണോ, അല്ലെങ്കിൽ കൂട്ടുകാരനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പോയേ, നിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ പോകാനായിട്ട് ആദർശനോട് പറയുകയാണ്. അപ്പോൾ അത് ചോദിച്ച വശം, നീ ആരാണെന്ന് ചോദിച്ച വശം തന്നെ ആദർശ് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന്നെ പിടിച്ച് മുഖത്തടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവരൊക്കെ തല്ലി ശരിപ്പെടുത്തുന്നുണ്ട്. ആ സമയം നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആദർശ് ആദ്യം മുന്നോട്ട് പോയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. ഇപ്പോൾ ആദർശ് ഇവളുടെ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നത് കണ്ടിട്ട് അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം മനസ്സിലായോ, ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ ഇവളുടെ ആരാണെന്നുള്ള കാര്യം എന്ന് പറയുകയാണ്. മനസ്സിലായി സാറേ, സാറ് ഈ മാഡത്തിൻ്റെ ഭർത്താവല്ലേ എന്ന് പറയുകയാണ്. ഇനി മേലാൽ ഒരു പെണ്ണുങ്ങളെയും ശല്യം ചെയ്തു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് തല്ലി ശരിപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അങ്ങനെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് കാറിലേക്ക് വന്ന് കയറാനായിട്ട് പറയുകയാണ്. അങ്ങനെ ആ സമയം നയനയാണെന്നുണ്ടെങ്കിൽ ആദർശനൊന്ന് നോക്കുന്നുണ്ട് നല്ല ദേഷ്യത്തിൽ തന്നെ. അങ്ങനെ ദേഷ്യത്തിൽ തന്നെ കാറിൽ കയറിയിട്ട് അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ നയന ആദർശിനോട് ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങളോട് ഒരു സംശയം ചോദിക്കാനുണ്ടെന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ വന്ന് നിന്ന് എന്നെ ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് അവിടേക്ക് വീണ്ടും വന്നിട്ട് എന്നെ സഹായിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശിനൊരു ചുമ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ വെള്ളം കുടിക്കി, എന്നിട്ട് ആലോചിച്ചിട്ട് മറുപടി പറയാനായിട്ട് പറയുന്നുണ്ട്. എന്താ എൻ്റെ ചുറ്റും ആളുകൾ വന്നിരുന്നിട്ട് എന്നെ ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാണ്ടിരിക്കുമോ, വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശിൻ്റെ അടുത്ത് അവളെ ചോദ്യം ചോദിക്കലൊക്കെ നിർത്തുകയാണ്. പക്ഷേ നമ്മുടെ നയനയുടെ മനസ്സിലുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ്റെ മനസ്സിൽ ഏതോ ഒരു കോണിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. അമ്മയെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ആദർശേട്ടൻ അത് പുറത്ത് കാണിക്കാത്തത്. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കട്ടെ, അത്രയും നാൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാമെന്ന് നയന മനസ്സിലാലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹാളിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പം നയന വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ദേവയാനി എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട, അവൾ ഇനി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരാൾ പോലും അവളോട് ഒരു അക്ഷരം മിണ്ടി പോകരുതെന്ന് പറയുകയാണ്. അപ്പം നവ്യാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു കാര്യം കേട്ടിട്ട്. പക്ഷേ നവ്യാണെന്നുണ്ടെങ്കിൽ ദേവയാനോട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ അവൾ എൻ്റെ ഒരു അനിയത്തിയാണ്, അതുകൊണ്ട് എനിക്ക് അവളോട് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ വീട്ടിലെ മൂത്ത മരുമകളായ ആൻറ്റി പറയുന്നത് കേൾക്കാതിരിക്കാനും എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അവളോട് സംസാരിക്കാതിരിക്കാമെന്ന് പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ജാനകി പറയുന്നുണ്ട്, നീ എപ്പോഴാണ് നയനേനെ ഒരു അനിയത്തിയായിട്ട് കണ്ടിട്ട് ഈ വീട്ടിൽ വെച്ച് പെരുമാറിയിട്ടുള്ളത്? നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടാനുള്ള ഒരാളായിട്ട് മാത്രമല്ലേ നീ നയനയെ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ല സമയത്ത് തന്നെ നീ അവളോട് സംസാരിക്കാറില്ല, എന്നിട്ടാണ് ഇപ്പം മിണ്ടണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ത്യാഗം പോലെ പറയാനായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ബാക്കിയുള്ള കാര്യത്തിലൊന്നും പേടിയൊന്നുമില്ല, എനിക്ക് ജാനകി നിൻ്റെ കാര്യത്തിലാണ് പേടി. കാരണം നിനക്കാണ് അവളോട് കുറച്ച് സ്നേഹം പെരുമാറ്റമൊക്കെ ഉള്ളത്. അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാന്നുള്ളത് കണ്ടറിയാമെന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളോട് ഇനി മിണ്ടാതിനൊന്നും ഞാനും പോകുന്നില്ല എന്ന് ജലജയും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഏടത്തി, ഞങ്ങളെല്ലാവരോടും പറഞ്ഞായിരുന്നു അവളോട് മിണ്ടണ്ടെന്ന്, പക്ഷേ ആദർശ് അവളോട് മിണ്ടാതിരിക്കാനായിട്ട് ആദ്യം പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവനോട് എന്തിനാ പറയേണ്ട കാര്യം, അവൻ എൻ്റെ മോനെ, അവളോട് ദേഷ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ കാറ് വരുന്നത്. അങ്ങനെ അവരെല്ലാവരും നോക്കുമ്പോൾ കാറിൽ ആദർശിൻ്റെ ഒപ്പം നയനയുണ്ട്. നയനയാണെന്നുണ്ടെങ്കിൽ ഒരു കളിക്ക് വേണ്ടിയിട്ട് അവളുടെ ബാഗ് ആ ഒരു കാറിൽ വെച്ചുകൊണ്ടാണ് അവൾ സന്തോഷത്തിൽ വേഗം തന്നെ ഹാളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ അവൾ ആ മറന്നു വെച്ച ബാഗ് എടുത്തുകൊണ്ട് നയനയുടെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ ആദർശ് ബാഗും തൂക്കിയിട്ട് നയനയുടെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ദേവയാനിക്കും മറ്റുള്ളവർക്കൊന്നും സഹിക്കുന്നില്ല. അങ്ങനെ ദേവയാനിയുടെ അതിദേഷ്യം പിടിച്ച മുഖം കാണിച്ചുകൊണ്ട് പത്തരമാറ്റിലെ മറ്റൊരു പുത്തൻ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത്. വീഡിയോയുടെ തുടർന്നുള്ള എപ്പിസോഡ്സ് എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.